ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് അശ്വന്ത്. ഞാൻ കോഴിക്കോട് ജില്ലയിൽ നിന്ന് വരുന്നു. 2024 മെയ് 18 ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ തന്നെ അമ്മ മുന്നേ ഉടമ്പടി എടുത്തത് കൊണ്ട് ഉടമ്പടി ജീവിതത്തിൽ തന്നെ ആയിരുന്നു. ഞാൻ മംഗലാപുരത്ത് MBA പഠിക്കുന്ന സമയത്താണ് യൂട്യൂബിൽ കൃപാസനത്തെ പറ്റി ആദ്യമായിട്ട് കാണുന്നത്. അപ്പോഴേക്കും അമ്മയോട് പറഞ്ഞ് അമ്മയും ഞാനും സിസ്റ്ററാണ് ആദ്യമായിട്ട് ഇവിടെ വന്നത്. ഇവിടെ വന്ന് കുറേ ആളുകളുണ്ടായിരുന്നു. അവിടെ ഉടമ്പടി എടുത്ത് പോയി. അന്ന് തൊട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥനയും മുടക്കാതെ മുന്നോട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുകയായിരുന്നു. എൻ്റെ MBAയുടെ 3rd സെം എക്സാമിൽ ഈ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ നമുക്ക് 50 പേപ്പറിൻ്റെ ഒരു ബുക്ക്ലെറ്റാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി 5 പേജായിട്ട് ക്വസ്റ്റ്യൻ ഓൾറെഡി അച്ചടിച്ചിട്ടുള്ള ഒരു ബുക്ക്ലെറ്റാണ്. അപ്പം ഞാൻ എൻ്റെ വെപ്രാളത്തിൽ അവസാനത്തെ 15 മിനിറ്റിൽ 6ാമത്തെ ക്വസ്റ്റ്യൻസ് 7ാമത്തെ പേപ്പറിലായിപ്പോൾ എഴുതിയത്. അപ്പോൾ പിന്നീടാണ് ഞാനത് ശ്രദ്ധിച്ചത്. പക്ഷേ എനിക്ക് ആ ക്വസ്റ്റ്യൻ വെട്ടിയാൽ ഒരു ക്വസ്റ്റ്യന് 10 മാർക്കാണ്. അതുമാത്രമല്ല, നമുക്ക് ഓർ ക്വസ്റ്റ്യൻസ് ഇല്ല. 10 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ മാത്രമേ നമ്മൾ പാസ്സാകത്തുള്ളൂ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഞാൻ വെട്ടുകയാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ ക്യാൻസലാകും, ഞാൻ ഫെയിലാകും. പക്ഷെ വേറെ വഴിയില്ല. പക്ഷെ ഞാൻ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ സമയത്ത് തന്നെ ഞാൻ കാശുരൂപം ഉപയോഗിച്ചിരുന്നു. അതുപോലെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് ഉടമ്പടി ഉപ്പെടുത്തിട്ട് ഞാൻ എൻ്റെ മേശയുടെ, അതായത് ടേബിളിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഏതായാലും പോയല്ലോ എന്ന് കരുതിയതാണ്. പക്ഷേങ്കിൽ ഞാൻ ആ ഉടമ്പടി ഉപ്പെടുത്തിട്ട് ഞാൻ ആ പേപ്പറിലിട്ട്, ഞാൻ 6ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് തെറ്റി എഴുതാണോ അവിടെ ആ ഉടമ്പടി ഉപ്പെടുത്തിട്ടിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ പേപ്പർ വാല്യൂ ചെയ്യുന്നത് അമ്മയാണല്ലോ, അതുകൊണ്ട് ഞാൻ എന്തിനാ പേടിക്കുന്നത് പറഞ്ഞിട്ട് ഞാൻ ആ പേപ്പർ കൊടുത്തത്. അങ്ങ് കഴിഞ്ഞ് റിസൾട്ട് വന്നു. ആ സെമ്മിൽ ഏറ്റവും കൂടുതൽ മാർക്ക് 100ൽ മാക്സിമം പോയാൽ 75 കിട്ടു. പക്ഷേ 78 മാർക്ക് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി കൊടുത്തു. ആ സെമ്മിൽ ഏറ്റവും കൂടുതൽ മാർക്ക് എനിക്ക് കിട്ടിയത് ആ പേപ്പറിലായിരുന്നു. അതായിരുന്നു എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. രണ്ടാമത്തെന്ന് പറയുന്നത്, MBA കഴിയുന്നത് മുന്നേ തന്നെ മാതാവ്, ഞാൻ അമ്മയോടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല, പക്ഷേ മാതാവ് ആസ്റ്റർ മെഡിസിറ്റിയിൽ HR എനിക്ക് ട്രെയിനിങ് തന്നു. ആ ട്രെയിനിങ് ശരിക്കും പറഞ്ഞാൽ 4 മാസത്തെ ട്രെയിനിങ് ചെയ്യേണ്ടതാണ് കോഴ്സിൻ്റെ ഭാഗമായിട്ട്. പക്ഷേ 2 മാസത്തെ ട്രെയിനിങ് കഴിയുന്നതിന് മുന്നേ തന്നെ മലപ്പുറത്തെ ഒരു ഹോസ്പിറ്റലിൽ ഒരു HR ആയിട്ട് മാതാവ് എന്നെ നിയോഗിച്ചു. അങ്ങനെ മാതാവ് രണ്ടാമത് എനിക്കൊരു സാക്ഷ്യം വെളിപ്പെടുത്തി. അങ്ങനെ ഇരിക്കുകയാണ് ഡിസംബർ മാസം ഇതുപോലത്തെ ഒരു ജപമാല മാസത്തിലാണ് എനിക്ക് ജോലി കിട്ടുന്നത്. അങ്ങനെ എൻ്റെ MBA കഴിയുന്നതിന് മുന്നേ തന്നെ എൻ്റെ 21ാമത്തെ വയസ്സിൽ മാതാവ് എന്നെ ഒരു ഹോസ്പിറ്റലിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റായ HR എനിക്ക് ജോലി തന്ന് അനുഗ്രഹിച്ചു. അങ്ങനെ ഇരിക്കുകയാണ്. അപ്പം കേരളത്തിലായതുകൊണ്ട് ഇൻ്റർവ്യൂ മംഗ്ലീഷിൽ, അതായത് മലയാളം ആൻഡ് ഇംഗ്ലീഷ് ബോത്ത് ആയിട്ടാണ് അറ്റൻഡ് ചെയ്തത്. കുഴപ്പമില്ല. അങ്ങനെ ഇരിക്കുകയാണ്. ഡിസംബറിൽ എൻ്റെ ലാസ്റ്റ് MBA പാസ്സാകണമെങ്കിൽ ലാസ്റ്റ് വൈവ ഉണ്ട്. വൈവ അറ്റൻഡ് ചെയ്യണം. അപ്പം വൈവ എന്ന് പറയുന്നത് കർണാടക യൂണിവേഴ്സിറ്റി, രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ എന്തായാലും പ്യുവർ ഇംഗ്ലീഷാണ്. സോ നമ്മൾ മലയാളികളെ സംബന്ധിച്ചോളം ഇംഗ്ലീഷ് അത്ര ഫ്ലുവൻ്റ് ആയിരിക്കില്ല. പക്ഷേ ഇൻ്റർവ്യൂ ടൈമിൽ എൻ്റെ റോൾ നമ്പർ 3ാമതായിരുന്നു. അപ്പോൾ ആദ്യത്തെ ആൾ കയറി ഇറങ്ങിയ പാടന്നെ എന്നോട് പറഞ്ഞു, വളരെ ടഫാണ്, കാരണം ചോദിക്കുന്ന ഇൻവിജിലേറ്റർ അങ്ങനത്തെ ക്വസ്റ്റ്യൻസാണ് ചോദിക്കുന്നത്. ഞാനാണെങ്കിൽ പഠിച്ചായിരുന്നു കാര്യങ്ങളെല്ലാം. ആ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ മറന്നുപോയി. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, കാശുരൂപം ഉപയോഗിച്ചു, തൈലം പുരട്ടി, ഉപ്പ് എന്ത് ചെയ്തു, എക്സാം ഹാളിൻ്റെ ഫ്രണ്ടിൽ വിതറിയിട്ടാണ്, പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ കയറിയത്. പക്ഷേ ആ പേടി, ശരിക്കും പറഞ്ഞാൽ കരഞ്ഞുകൊണ്ട് കയറിയതാണ്, പറഞ്ഞ് പ്രാർത്ഥിച്ചാണ് കയറിയത്. ഞാൻ അവിടെ ഇരുന്നു. ഇൻവിജിലേറ്റർ എന്നോട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. പക്ഷേ ഞാൻ അറിയാതെ തന്നെ എൻ്റെ ഉള്ളിൽ ആരോ എനിക്ക് ഇംഗ്ലീഷ് ഉത്തരം പറഞ്ഞിരുന്നു. ഞാൻ പഠിച്ച കാര്യങ്ങളൊക്കെ ഞാൻ അറിയാതെ തന്നെ ആരോ എൻ്റെ ഉള്ളിൽ പറഞ്ഞത്. ഞാൻ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് തന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. കരഞ്ഞു കയറി ഞാൻ ചിരിച്ചുകൊണ്ടാണ് എക്സാം ഹാളിൽ നിന്ന് പുറത്തിറങ്ങിയത്. കുറച്ച് കഴിഞ്ഞിട്ട് മിസ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ പെർഫോമൻസാണ് ഏറ്റവും ബെറ്റർ. അങ്ങനെ 1 മന്ത് കഴിഞ്ഞ് റിസൾട്ട് വന്നു. 15 പേരിൽ 3 കർണാടകക്കാരൊഴികെ 2 മലയാളീസാണ്. അതിലൊരു മലയാളി ഞാനാണ്. ഫസ്റ്റ് ക്ലാസ്സോട് കൂടി 15 പേരിൽ 5 പേരെ മാതാവ് ഫസ്റ്റ് ക്ലാസ് എന്ന് അനുഗ്രഹിച്ചു. അതിലൊരാൾ ഞാനായിരുന്നു. അടുത്ത എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞങ്ങൾ ഉടമ്പടി എടുത്തായിരുന്നെങ്കിലും വീടിനടുത്തുള്ള പ്രാർത്ഥിക്കുന്ന സമയത്ത് അമ്മ ആരെയൊക്കെയാണോ സന്ദർശിക്കണം, ഞാനും എൻ്റെ അമ്മയും ഒന്നിച്ചിരുന്നാണ് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് മാതാവ് ഞങ്ങൾ ആരെ പോയി ശുശ്രൂഷിക്കണം എന്നുള്ളത് മാതാവ് കാണിച്ചു തരും. അങ്ങനെ ഇരിക്കെ ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു ക്യാൻസർ രോഗിയായ ഒരു ചേച്ചിയാണ് ഞാനും അമ്മയും കൂടി ആദ്യമായിട്ട് ശുശ്രൂഷിക്കാൻ പോയത്. ഞങ്ങൾ അവിടെ നിന്ന്
ഞാനും പ്രാർത്ഥിക്കും, അമ്മയും പ്രാർത്ഥിക്കും. ഞങ്ങൾ രണ്ടുപേരും കൈവച്ച് ഇവിടുത്തെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. 21 റേഡിയേഷൻ കഴിഞ്ഞത് ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. തലമുടി ഒന്നുമില്ല. അങ്ങനെ 2-3 പ്രാവശ്യം ഞങ്ങൾ പോയി പ്രാർത്ഥിച്ചു. അവിടുന്ന് അമ്മ ആദ്യമായി അടയാളം കാണിച്ചു തന്നു. ഒരു 65-70 വയസ്സിൽ ഒരു ചേച്ചിക്ക് വരുന്ന മുടി നിറഞ്ഞത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറായിരിക്കും. പക്ഷേ ഉടമ്പടി തൈലം തേച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ച് ഒരു 2 ആഴ്ച കഴിയുമ്പോഴേക്കും ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ കുഞ്ഞിനുണ്ടാകുന്ന മുടി എങ്ങനെയാണോ ആ മുടിയിഴയിലായിട്ട് നല്ല കടും കറുപ്പ് നിറത്തിലുള്ള മുടിയാണ് വന്നത്. അങ്ങനെ അമ്മ അടയാളം തന്നു. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, 2023 ജപമാല റാലിക്ക് ആ ചേച്ചിയെയും കൂട്ടി ഇവിടെ വന്നു. ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു, ജപമാല റാലിക്ക് നടന്നു. അർത്തുങ്കൽ ബസിലിക്കയിൽ എത്തുന്നതിന് മുമ്പേ തന്നെ മാതാവ് ആ ചേച്ചിയുടെ ക്യാൻസർ എടുത്തങ്ങ് കൊണ്ടുപോയി. ഇതാണ് ഞങ്ങൾക്ക് തന്ന അടുത്തൊരു സാക്ഷ്യം. അങ്ങനെ ഇരിക്കുകയാണ് വേറൊരാളെ മാതാവ് ഈ അടുത്തായിട്ട് മാതാവ് കാണിച്ചത് ഞങ്ങൾ നാട്ടിലുള്ളത്. ആ ചേട്ടനെ ഞാനാണ് ആദ്യം പോയി പത്രം കൊടുത്ത് അമ്മയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. പിന്നെ ഞാനും പോയി, എൻ്റെ അമ്മയും പോയി വീണ്ടും അവരെ കൈവച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് അമ്മ അടയാളം തന്നു. അവിടെ ഞങ്ങൾ പ്രാർത്ഥിച്ചിറങ്ങുമ്പോഴേക്കും തന്നെ മുല്ലപ്പൂ സുഗന്ധം വന്നു. അമ്മ ഏറ്റെടുത്തു. അപ്പോൾ ഇത് പറയുമ്പോൾ തന്നെ അവർ പറയുന്നു ഞങ്ങൾക്ക് കൃപാസനത്തിൽ പോകണം എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു ആയിട്ടില്ല, മാതാവ് വിളിക്കും. ഞങ്ങൾ എന്ത് ചെയ്തു, ഉടമ്പടി എന്താണെന്ന് പറഞ്ഞു കൊടുത്തു, സാക്ഷ്യങ്ങൾ അയച്ചു കൊടുത്തു. അവർ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ തന്നെ അച്ഛൻ്റെ ധ്യാനം അയച്ചു കൊടുത്തു. അവർ ധ്യാനം കൂടാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ അവരൊരു ദിവസം രാവിലെ അവർ ഹാളിൽ സോഫയിൽ ഇരിക്കുമ്പോൾ ഇവിടെ അടിക്കുന്ന മണിയടി, ഈ ഉടമ്പടി പ്രദക്ഷിണം വരുന്ന സമയത്ത് അടിക്കുന്ന മണിയടി അവരവരെ വീട്ടിൽ കേൾക്കുക. ആ വ്യക്തിക്ക് കൃപാസനം കണ്ടിട്ടില്ല, ഇവിടെ മണി ഉണ്ടോ പോലും അറിയത്തില്ല. പക്ഷേ അമ്മ അടയാളം കൊടുത്തു. അമ്മ അത് അവരെന്നോട് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. ഞാൻ എന്ത് ചെയ്തു, പിറ്റേന്നാഴ്ച തന്നെ ആ ഫാമിലിയെയും കൂട്ടി ഇവിടെ വന്ന് അവരെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചു. 11-12 ഫാമിലീസിനെ ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് ഇവിടെ എത്തിച്ച് ഉടമ്പടി എടുപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു സാക്ഷ്യമാണ്, ഞങ്ങൾ ആദ്യം ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത സമയത്ത് ഇവിടുന്ന് ഒരു സെക്യൂരിറ്റി ചേട്ടൻ അമ്മയ്ക്ക് ഒരു 4 ഇതുപോലെ ചെറിയൊരു കാശുരൂപം കൊടുത്തായിരുന്നു. അപ്പം ഞങ്ങൾ ആദ്യം വന്നതിന് ശേഷം പിന്നെ ഓരോ തവണ വരുമ്പോഴും ഓരോ പുതിയ ഫാമിലീസ് ഞങ്ങളുടെ കൂടെ കൃപാസനത്തിൽ ഉണ്ടാകും. അപ്പോൾ ഒരു ചേച്ചിയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ 4 കാശുരൂപം തന്നോണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഞാനും അമ്മയും സിസ്റ്ററും എടുത്തു. അതുപോലെ തന്നെ ഒന്ന് ആ ചേച്ചിക്കും കൊടുത്തു. അത് വാങ്ങി ഞങ്ങൾ എന്ത് ചെയ്തു, കാരണം ആ ചേച്ചിയുടെ മകനും മദ്യപാനിയാണ്. അപ്പം കാശുരൂപമെങ്കിലും അവരെ കഴുത്തിലുണ്ടായ മാതാവിൻ്റെ ഒരു അനുഗ്രഹം, ഒരു സംരക്ഷണം അവരുണ്ടാക്കിക്കോട്ടെ എന്ന് ധരുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്തു അവർക്ക് കൊടുത്തത്. ഞങ്ങൾ വീട്ടിലെത്തി. പിറ്റേ ദിവസം രാവിലെ അമ്മ അലക്കുന്ന സമയത്ത് കാണാം വീട്ടിൻ്റെ മണ്ണിൽ എൻ്റെ കയ്യിൽ കാണാം നിങ്ങൾക്കൊരു കാശുരൂപം. ഈ കാശുരൂപം പോലെയുള്ള ഒരു പുതിയൊരു കാശുരൂപം ഞങ്ങളുടെ വീട്ടിൻ്റെ മണ്ണിൽ. അപ്പോൾ ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ഈ കാശുരൂപമാണെന്ന്. പക്ഷേങ്കിൽ ഈ കാശുരൂപം ഞങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട്. 5ാമതൊരു കാശുരൂപം അമ്മ എന്ത് ചെയ്തു, ഞങ്ങളുടെ വീട്ടിൻ്റെ മണ്ണിൽ കൊണ്ട് ഞങ്ങൾക്ക് തന്നു. അതുപോലെ തന്നെ വേറൊരു സാക്ഷ്യമാണ് ഞങ്ങൾക്ക് വഴിയില്ലാത്തത്. ഞങ്ങൾക്കൊരു വഴിയുണ്ട്. എൻ്റെ ചെറുപ്പകാലത്ത് അച്ഛന് പറഞ്ഞിട്ട് ഒരു 2 അടി നീളത്തിൽ നടക്കാനുള്ള ഒരു വഴിയുണ്ട്. പക്ഷേ പേരിൽ നല്ലൊരു ഞങ്ങൾക്ക് തന്നു ഒരു രജിസ്ട്രേഷനോ ഒരു എഗ്രിമെൻറ്റോ ഇല്ല, തന്നു എന്നുള്ളൊരു മാത്രമേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്യും, മഴ പെയ്ത് കാട് വരുന്ന സമയത്ത് കാട് വൃത്തിയാക്കിയാൽ അവരെന്ത് ചെയ്യും, ഞങ്ങൾ ചീത്ത പറയാൻ വരും. അതുപോലത്തെ ഞങ്ങൾ വെട്ടിയിട്ട കാട് എന്ത് ചെയ്യും, തിരിച്ച് ആ വഴിയിൽ തന്നെ കൊണ്ടുപോയിടും. അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. കഴിഞ്ഞ ഉടമ്പടി ഞാൻ നിയോഗം വെച്ചു. ഞാൻ പറഞ്ഞു വഴി തരുന്നുണ്ടെങ്കിൽ അവർ തന്നെ ഇങ്ങോട്ട് തരണം എന്നുള്ളത്. ഈയിടെ കഴിഞ്ഞ അവർ തന്നെ എന്ത് ചെയ്തു, ആ വഴി അവർ തന്നെ കാട് വെട്ടിയിട്ട് അവർ തന്നെ ഞങ്ങൾക്ക് വഴി തന്നു. ഇതാണ് എൻ്റെ അടുത്ത സാക്ഷ്യങ്ങൾ. ഇത്രയും സാക്ഷ്യങ്ങൾ തന്ന അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകോടി നന്ദി പറയുന്നു.